ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഡ്യൂട്ടിക്ക് പോകണ്ട, ഉറങ്ങാൻ കിട്ടുന്നൊരു ദിവസമാണ്. പക്ഷേ ഇന്നെന്തോ ഉറക്കം വരുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അതിനുത്തരല്ല. ഇന്ന് നേരത്തെ എണീറ്റു. എന്തോ മനസ്സിൽ കിടന്ന് നീർന്നു. എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വലിയ എഴുത്തുകാരനൊന്നുമല്ല. എന്തായാലും ഇന്ന് ചെറുതായി പഴയ പരിപാടി അങ്ങ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. നാട്ടിലെ പോലെ ഇവിടെ ശാന്തസുന്ദരായ ഇടോ കാറ്റോ കിളികളുടെ ശബ്ദമോ ഒന്നുമില്ല. ഓൺലി ദ സൗണ്ട് ഓഫ് വെഹിക്കിൾസ്. എവിടെയും ഒരു AC-യുടെ മുഴക്കം. ഇന്ന് എണീറ്റപ്പോൾ ഒരു ശാന്തത, ഒരു സമാധാനം. എന്തെഴുതണം? മനസ്സ് ശൂന്യാണ്. നാട്ടിലെ പ്രഭാതത്തിന്റെ സൗന്ദര്യമോ പച്ചപ്പിന്റെ കുളിർമയോ ഒന്നും ഇവിടെ ഇല്ല. ചിലപ്പോൾ 20 കൊല്ലത്തിന്റെ പ്രവാസ ജീവിതമായിരിക്കും. പതുക്കെ പതുക്കെ ഇവിടുത്തെ പ്രഭാതവും എനിക്കിഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ വളർത്തമ്മയായി ഉമ്മ, ആ മാതൃസ്നേഹം. ഉമ്മയെക്കുറിച്ചാവാം ഇന്നത്തെ എഴുത്ത്. താലോലം കേട്ടു നീ ഉറങ്ങണം മോനേ, താലോലം 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 കുഞ്ഞേ, താലോലം കേട്ടു നീ ഉറങ്ങണം മോനേ. വേണ്ട, ഇന്ന് ഉമ്മയെ ഓർക്കണ്ട. ഓർത്താ ഒന്നും എഴുതാൻ കഴിയില്ല. ആ സ്നേഹം, ഇറ്റ്സ് ഡ്രഗ്. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയില്ല. ഓ, പെട്ടെന്ന് എൻ്റെ റസിയാണെന്ന് കരുതി. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടാവുന്നേ. റസിയ അല്ലേ? റസിയ എന്തിനാ പഠിക്കുന്നേ? റസിയ പറയുന്നേ. ബാപ്പ പറഞ്ഞിട്ടാ. എന്ത്? അല്ല, പഠിക്കാൻ. ബാപ്പ പറഞ്ഞിട്ടോ? എനിക്ക് റസിയ ഇഷ്ടായിട്ടോ. റസിയക്ക് എന്നെയോ? റസിയ ഒന്നും പറഞ്ഞില്ല. എന്റെ റബ്ബേ, എനിക്ക് അറിഞ്ഞൂടാ.
കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ.